ഹായ് മക്കളെ, അപ്പൊ ഇന്ന് മിസ് ചെയ്യാൻ പോകുന്നതേ ഡി സി ജനറേറ്റർ, ഡി സി മോട്ടർ അല്ലെങ്കിൽ ഡി സി മെഷീൻസിന്റെ EMF ഇക്വേഷനും അതിന്റെ 2-3 ന്യൂമറിക്കൽസും ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ EMF ഇക്വേഷന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നോക്കിക്കോ, ഞാൻ ആദ്യം കുറച്ച് ടേംസ് ഇവിടെ എഴുതാം, അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ഇക്വേഷനിലേക്ക് പോവാം. പി ബി ദി നമ്പർ ഓഫ് പോൾസ്. കൺസ്ട്രക്ഷന്റെ വീഡിയോ ചെയ്തിട്ടില്ല, ഈ വീക്ക് എന്തായാലും കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി ജനറേറ്ററും കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മോട്ടറും ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾ ഇതിപ്പോ നോക്കി ഇങ്ങനെ പഠിക്കുക. പി ബി ദ നമ്പർ ഓഫ് പോൾസ്, എൻ ബി ദ സ്പീഡ് ഇൻ RPM. ആർമേച്ചർ റൊട്ടേറ്റ് ഇല്ലേ, ആർമേച്ചർ കണ്ടക്ടേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. സ്പീഡ് ഇൻ RPM. ഫൈ ബി ദ ഫ്ലക്സ് പെർ പോൾ എന്ന് പറയും, ഓരോ പോളിലുള്ള ഫ്ലക്സ്. Z be the number of conductors in armature, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടർ എന്ന് പറഞ്ഞാലും മതി. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. EG EMF induced. And AB the parallel path. കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്ന ആർമേച്ചർ സ്ലോട്ടിനകത്തുള്ള പാരലൽ പാത്ത്. AB the parallel path. അപ്പോ ഫസ്റ്റ് ഫ്ലക്സ് കട്ട് ബൈ വൺ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ ഇപ്പൊ ഒരുപാട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും, അപ്പൊ ഒരു കണ്ടക്ടർ ഒരു റവല്യൂഷനിൽ കട്ട് ചെയ്യുന്ന ഫ്ലക്സ് അതിനെടുക്കുന്ന ടൈം എടുത്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സോ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത് ഫ്ലക്സ് കട്ട് ബൈ വൺ കണ്ടക്ടർ ഇൻ വൺ റവല്യൂഷൻ. ഒരു റവല്യൂഷനിൽ ഒരു കണ്ടക്ടർ എടുക്കുന്ന ഫ്ലക്സ്. ഓക്കെ, സിംഗിൾ റവല്യൂഷൻ ആണ്, അതുകൊണ്ട് ഞാൻ 1 റവല്യൂഷൻ എഴുതി. That is d5. ചേഞ്ച് ഇൻ ഫ്ലക്സ് അല്ലേ, ഒരുപാട് ഫ്ലക്സ് പോൾസിലെല്ലാം കണ്ടക്ടേഴ്സ് ഉണ്ട്, അതെല്ലാം ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒത്തിരി ഫ്ലക്സ് ഉള്ളതിൽ ഒരു കണ്ടക്ടറിന്റെ മാത്രം ഫ്ലക്സ് പറയുന്നതുകൊണ്ട് ചേഞ്ച് ഇൻ ഫ്ലക്സ് d5 റെപ്രസെന്റ് ചെയ്യുക. d5 is equal to പോൾസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സ് മേക്കും P5 വെബർ അല്ലെ. d5 is equal to P5 വെബർ. വെബർ is the unit. P5 വെബർ. ഇനി ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് one revolution by one conductor. ഒരു കണ്ടക്ടർ ഒരു റവല്യൂഷൻ എടുക്കുന്ന ടൈം, ദാറ്റ്സ് ഓൾസോ ദ ചേഞ്ച് ഇൻ ടൈം. അപ്പൊ dt is equal to total 60 seconds by n rotation. 60 by n seconds. ഓക്കെ, 60 by n seconds. അപ്പൊ ഒരു കണ്ടക്ടർ, അതിപ്പോ ഇവിടെ ചെയ്യുന്ന സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ എടുക്കുന്ന റവല്യൂഷൻ എത്ര. അപ്പൊ ഒരു കണ്ടക്ടർ ഒരു റവല്യൂഷനിലുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കുക, ആ റവല്യൂഷന് അതേ കണ്ടക്ടർ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കുക, എന്നിട്ട് ഒരു കണ്ടക്ടർ ഇട്ടിട്ട് ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി ആ DC മെഷീനിൽ ക്രിയേറ്റ് ആവുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ആകുന്ന എന്ത് കിട്ടും, ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് കിട്ടും. അതാണ് ഞാൻ ചെയ്യുന്ന പ്രോസസ് ഇവിടെ. അപ്പോ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോ ഫ്ലക്സ് കട്ട് കണ്ടുപിടിച്ചു, d5 കണ്ടുപിടിച്ചു, dt കണ്ടുപിടിച്ചു. നമ്മള് ഫാരഡേസ് ലോയുടെ ബേസിസിൽ EMF ഇൻഡ്യൂസ്ഡ് സെക്കൻഡ് ലോ പറയുന്നുണ്ട് EMF E is equal to d5 by dt ആണല്ലേ. അപ്പൊ EMF ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ ആകുമ്പോഴാണ് d5 by dt വരുന്നത്. ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. EMF ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ കാണാമോ? EMF ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ is equal to d5 divided by dt. That is P5 divided by 60 by n. That is എന്ത് കിട്ടും, P5n by 60 എന്ന് കിട്ടും. കിട്ടിയോടാ? P5n by 60. EMF induced per conductor d5 by dt, that is P5 by 60 by n, that is P5n by 60. ഇനി EMF induced in the DC machine or the total number of conductors വരുമ്പോൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ എഴുതിക്കോ. EMF of generator, that is EG, is equal to generator EG എന്ന് റെപ്രസെന്റ് ചെയ്യും. EG is the EMF induced അല്ലെ, ജനറേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-നെ EG എന്ന് പറയും. that is EMF per parallel path. ഇതൊക്കെ ഞാൻ എന്താണ് ഈ പാരലൽ പാത്ത് എന്നൊക്കെ ഉള്ളത് കൺസ്ട്രക്ഷൻ പറയുമ്പോൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇത് പഠിക്കേ. EMF per parallel path. That is
is equal to EMF per conductor into total number of conductor in series per parallel path. Total number of conductors in series. സീരീസില് കണക്ട് ചെയ്തിട്ടുള്ളത് പെർ പാരൽ പാത്ത്. ഓരോ പാരൽ പാത്തിലും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. അപ്പം EMF പെർ കണ്ടക്ടർ നമുക്ക് എത്രയാ കിട്ടിയിട്ടുള്ളത്? P5N/60 അല്ലെ? P5N/60 into ഈ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്രയാ? Z. പാരൽ പാത്ത് ആസ് റെപ്രസെന്റഡ് ആസ് A ആണ്. ഓക്കെ, ഞാൻ അതേ പാരൽ പാത്ത് എഴുതിയിട്ടുണ്ട്. Z ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സും എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ EMF ഇൻഡ്യൂസ്ഡ് EG എന്തെന്ന് കിട്ടും? EG is equal to P5NZ divided by 60A. P5NZ divided by 60A. ഇതാണ് EMF equation of generator. This is the EMF equation of DC generator. അപ്പൊ ഞാൻ ഇവിടെ DC generator എന്നല്ല DC മോട്ടർ എന്ന് എഴുതിയിട്ടില്ലേ? അതെങ്ങനെ നമ്മൾ DC മോട്ടർ ആവും? DC മോട്ടർ ആകുമ്പോഴുള്ള ചേഞ്ച് എന്ന് പറയുന്നത് സിംപ്ലി ദ ഇക്വേഷൻ സെയിം ആസ് ലൈക്ക് P5NZ divided by 60A. പക്ഷെ അവിടെ ഇൻഡ്യൂസ്ഡ് EMF അല്ല, ബാക്ക് EMF. എന്തുകൊണ്ടാ? DC മോട്ടർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി അല്ലെ? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഇൻപുട്ട് കൊടുക്കും. ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആർമേച്ചറിന്റെ ഫംഗ്ഷൻ എന്താണെങ്കിലും ആർമേച്ചറിന്റെ ഫംഗ്ഷൻ EMF ഇൻഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആർമേച്ചറിൽ എന്ത് ചെയ്യും? അടുത്തൊരു ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ ഇലക്ട്രിക്കൽ ഇൻപുട്ട് പോയിട്ട് ഇലക്ട്രിക്കൽ തന്നെയാണ് EMF ബാക്ക് EMF ആയിട്ട് ഡെവലപ്പ് ആവുന്നത്. സോ ആ ഡെവലപ്പ് ആവുന്ന EMFനെ നമ്മൾ ബാക്ക് EMF എന്ന് പറയും. ഞാൻ അറിയാണ്ട് ബാക്ക് EMF ഡെവലപ്പ് ആവും എന്ന് പറഞ്ഞതാ ചിരിച്ച. അപ്പൊ ആർമേച്ചറിൽ ഇലക്ട്രിക്കൽ ഇൻപുട്ട് കയറിയാലും മെക്കാനിക്കൽ ഇൻപുട്ട് കയറിയാലും ഇൻപുട്ട് കയറുമ്പോൾ ആർമേച്ചറിന്റെ ഫംഗ്ഷൻ ടു പ്രൊഡ്യൂസ് EMF. ആ ഫംഗ്ഷൻ അത് ക്യാരി ചെയ്യും. അപ്പൊ ജനറേറ്ററിന്റെ കേസിൽ നമ്മൾ മെക്കാനിക്കൽ കൊടുത്ത് ഇലക്ട്രിക്കൽ എടുക്കുന്നത് കൊണ്ട് ജനറേറ്റഡ് EMF തന്നെയാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് മോട്ടർ ഇലക്ട്രിക്കൽ ഇൻപുട്ട് കൊടുത്തിട്ട് ആർമേച്ചറിനകത്ത് ഇലക്ട്രിക്കലി ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ ബാക്ക് EMF എന്ന് പറയും. സോ ഹിയർ ദ ഇക്വേഷൻ ചേഞ്ചസ് ടു സിംപ്ലി ദ ലെറ്റർ EG ചേഞ്ചസ് ടു EB, ബാക്ക് EMF. ഞാൻ ഓൾറെഡി ബാക്ക് EMFന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്യാം. സിഗ്നിഫിക്കൻസ് ഓഫ് ബാക്ക് EMF അങ്ങനെ ഒരു ക്വസ്റ്റ്യനും മിക്കവാറും എക്സാംസിന് ചോദിക്കാറുണ്ട് പാർട്ട് എയിൽ. ഓക്കെ, അപ്പൊ മോട്ടറിന്റെ കേസ് ആകുമ്പോൾ EB ഈസ് അഗൈൻ P5NZ divided by 60A. രണ്ടിന്റെയും EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ടും ഒരേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അതില് ഡെറിവേഷൻ എഴുതുന്നതിൽ ചേഞ്ച് ഒന്നും ഇല്ല. ദിസ് ഇസ് ഫോർ മോട്ടർ. ഇത് മോട്ടറിന്റെ ഇക്വേഷൻ. ക്ലിയർ ആണോ? ദിസ് ഇസ് ദ EMF ഇക്വേഷൻ ഓഫ് DC മെഷീൻസ്. അതായത് ലൈക്ക് ജനറേറ്റർ ആകുമ്പോൾ EG, മോട്ടർ ആകുമ്പോൾ EB, വിച്ച് ഇസ് ഈക്വൽ ടു P5NZ divided by 60A. ഇനി ഞാൻ ഇതിൽ ജനറേറ്ററിന്റെ EMF ഇക്വേഷൻ ന്യൂമറിക്കൽസ് ചെയ്യാം കേട്ടോ. നോക്കിക്കോ, ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി EMF generated by a 4-pole wave wound generator having 65 slots with 12 conductor per slot when driven at 1200 RPM. The flux per pole is 0.02 Weber. ഞാൻ ഈ പാരലൽ പാത്ത് എന്ന് ജസ്റ്റ് A എന്നൊരു ലെറ്റർ മാത്രമേ പറഞ്ഞുള്ളൂ. അതെങ്ങനെ വരും എന്ന് വെച്ചാൽ ഈ ആർമേച്ചറിന്റെ വൈൻഡിങ് രണ്ട് ടൈപ്പ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ലാപ്പ് വൈൻഡും ഒന്ന് വേവ് വൗണ്ടും. ഇപ്പൊ വേവ് വൗണ്ട് ആണെങ്കിൽ പാരലൽ പാത്ത് A is equal to 2 ആയിരിക്കും. എത്ര വലിയ ജനറേറ്റർ ആണെങ്കിലും വേവ് വൗണ്ടഡ് ആയിട്ടാണ് ആർമേച്ചർ വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ പാരലൽ പാത്ത് A is equal to 2 തന്നെ ഉണ്ടാവുള്ളൂ. അല്ല ലാപ്പ് വൈൻഡിങ് ആയിട്ടാണ് ആർമേച്ചർ വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ A is equal to P ആയിരിക്കും. അതായത് ലാപ്പ് വൈൻഡിങ് വരുമ്പോ ആർമേച്ചറിന്റെ വൈൻഡിങ് ലാപ്പ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലാപ്പ് വൈൻഡിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പാരലൽ പാത്ത് A is equal to the number of poles. അതാണ് A is equal to P എന്ന് പറഞ്ഞത്. ഇനി ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണം? ഗിവൺ ഡേറ്റ എഴുതണം. എങ്ങനെ എഴുതാം? നോക്കിക്കോ, P is equal to 4, generator having slot എന്ന് എഴുതിക്കോ, 65, Z 12, N 1200 RPM
വെബർ ആണ്, 0.02 വെബർ. ടോട്ടൽ 65 സ്ലോട്ട്, ഒരു സ്ലോട്ടില് 12 കണ്ടക്ടർ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടർ ഇസ് ഈക്വൽ ടു 12 into 65 അല്ലെ. ഒരു സ്ലോട്ടില് 12 കണ്ടക്ടർ വെച്ച് 65 സ്ലോട്ട്, അപ്പൊ 780 കണ്ടക്ടർ ആണല്ലോ. ഇനി ഈ ഇൻഡ്യൂസ്ഡ് EMF EB is equal, ഇൻഡ്യൂസ്ഡ് EMF EG is equal to P5NZ by 60A. P യുടെ വാല്യൂ പോൾസ് 4, ഫ്ലക്സ് 0.02, N 1200, Z 780 divided by 60 into A യുടെ വാല്യൂ എന്താ? വേവ് ബൗണ്ട് ആണ്. A is equal to 2, 4 wave bound and A is equal to P 4 lap wound. ഇവിടെ എന്താ? വേവ് ബൗണ്ട് ജനറേറ്റർ കണ്ടോ? വേവ് ബൗണ്ട് ജനറേറ്റർ. സോ 60 into 2 that is equal to, ഓക്കെ ആണോ? 624 വോൾട്ട്. ഈസി ആയിട്ട് ചെയ്തില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് വേവ് ബൗണ്ടില് ലാപ്പ് ബൗണ്ടിലും ഉള്ള സ്പീഡാണ് കണ്ടുപിടിക്കാൻ. വായിച്ചു നോക്ക്. 6 pole lap wound. DC generator has 600 conductors on its armature. Armatureൽ മൊത്തം കണ്ടക്ടേഴ്സ് തന്നെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 600 conductors. The flux per pole is 0.02 വെബർ, 5 തന്നിട്ടുണ്ട്. Calculate the speed at which the generator must be run to generate 300 volt. 300 volt generate ചെയ്യാൻ കാൽക്കുലേറ്റർ 300 വോൾട്ട് ജനറേറ്റ് ചെയ്യാൻ ജനറേറ്റർ എത്ര സ്പീഡിൽ റൺ ചെയ്യണം? അപ്പം 300 വോൾട്ട് ജനറേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വാട്ട്സ് മീൻ ദാറ്റ് 300 വോൾട്ട് ബി ദി ജനറേറ്റഡ് EMF അല്ലെ. അപ്പൊ നോക്കിക്കോ, ഗിവൺ ഡേറ്റ എഴുതാം. P is equal to 6, Z is equal to 600, phi is equal to 0.2, A is equal to P4 lap wound അല്ലെ. ലാപ്പ് കൊണ്ട് ആദ്യം കൊടുത്തിട്ടുണ്ട്. ആൻഡ് EG is equal to 300 volt. That is first equation. EG is equal to P5NZ divided by 60A. അതിൽ എന്നാ കണ്ടുപിടിക്കാനുള്ള? N is equal to EG into 60A divided by P5Z. Then you have to substitute the values. 300 into 60 into poles എത്രയാ? 6 pole. 6 divided by 6 into 0.02 into 600. അതിൽ ഈ 6 കട്ട് ചെയ്യാം. 600ഉം 300ഉം കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 വരും അല്ലേ. അപ്പൊ 60 divided by 0.2 into 2, 1500 RPM. N. ഇത് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? വാട്ട് വുഡ് ബി ദ സ്പീഡ് ഇഫ് ദ ജനറേറ്റർ വെയർ വേവ് ബൗണ്ട്? സിംപ്ലി A is equal to എന്ത് കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി. അപ്പൊ ഇത് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് എന്ത് ചെയ്യണം? N is equal to, ഞാൻ ഡയറക്ട്ലി എന്നിന്റെ ഇക്വേഷൻ ഈ ഇക്വേഷൻ തന്നെ എഴുതുവാണ്. EG into 60A divided by P5Z, that is equal to 300 into 60 into A is equal to 24 wave bound divided by 6 into 0.02 into 600. That is 500 RPM. ചെയ്ത് നോക്കണേ. 500 RPM. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാട്ടോ, നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 8 pole lap wound armature rotated at 350 RPM. അപ്പൊ P is equal to 8, speed N 350, and is required to generate 260 volt. That means EG is equal to 260 volt. Useful flux per pole phi is equal to 0.05. If the armature has 120 slot, total number of slot തന്നിട്ടുണ്ട്. Calculate the number of slot conductor per slot. അപ്പം
ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടർ പെർ സ്ലോട്ട് കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഒരു സ്ലോട്ടിൽ എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആക്ച്വലി ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് ആസ് ഗിവൺ ആസ് 120 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. സോ നമുക്ക് ഇക്വേഷൻ EG is equal to എന്താ, P5 NZ by 60A. What should we have to find out? Z. That is EG into 60A by P5N. That is EG is 260 into 60 into end winding a lap. Appo A is equal to P is 8. And P8 into 0.05 into speed 350 RPM. 350. That is 890 കിട്ടും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടർ കിട്ടി. എന്താ വേണ്ടേ? കണ്ടക്ടർ പെർ സ്ലോട്ട്. ദാറ്റ് ഈസ് കണ്ടക്ടർ പെർ സ്ലോട്ട് 890 ഡിവൈഡഡ് ബൈ 120 സ്ലോട്ട്. ഈവൻ നമ്പർ കിട്ടില്ലേ? ഓ 7.416. എപ്പോഴും പോൾസ് എപ്പോഴും അല്ലെങ്കിൽ കണ്ടക്ടേഴ്സും പോൾസ് ഒക്കെ എപ്പോഴും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? ഈവൻ നമ്പർ എടുക്കാം. കാരണം പോൾസും കണ്ടക്ടേഴ്സും കുഡ് നോട്ട് ബി എ ഓഡ് നമ്പർ, ഇറ്റ് ഷുഡ് ബി ദ ഈവൻ നമ്പർ. സോ 7.41 നമ്മൾ ഈവൻ നമ്പർ എടുക്കുമ്പോൾ അതിന്റെ ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന നമ്പർ 8 ആണ് എടുക്കുന്നത്. 6 എടുക്കുകയാണെങ്കിൽ ഒത്തിരി കുറഞ്ഞു പോകത്തില്ലേ? അതുകൊണ്ട് ഞാനിപ്പോൾ 8 ആണ് എടുക്കുന്നത്. ദെൻ കണ്ടക്ടർ പെർ സ്ലോട്ട് ഇസ് ഈക്വൽ ടു, ഒരു സ്ലോട്ടില് എത്ര കണ്ടക്ടർ വെച്ചിട്ട്? 8 കണ്ടക്ടർ വെച്ചിട്ട്. കണ്ടക്ടർ പെർ സ്ലോട്ട് ഇസ് ഈക്വൽ ടു 8. ഓക്കെ ആണോ? നോക്കിക്കോ, ഇവിടെ എന്താ വെച്ചാല് armature of a 6-pole 600 RPM lap wound generator has 90 slots. If each coil has 4 turns, calculate the flux per pole required to generate an EMF of 288 volt. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള? ഫ്ലക്സ് പെർ പോൾ 5 കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഇവന്റെ എഴുതിക്കേ. ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, പറയാം. ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. P6 N600 90 സ്ലോട്ട് അല്ലെ. അപ്പൊ സ്ലോട്ട്സ് 90. കോയിൽ ഹാസ് 4 ടേൺസ് അല്ലെ. T is equal to 4 ടേൺസ്. അത് കണ്ടക്ടറിനെ ബേസ് ചെയ്തിരിക്കും ടേൺസ്. ബിക്കോസ് Z is equal to 2T എന്ന് കേട്ടിട്ടുണ്ടോ? Z is equal to 2T. That means ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ 2 ടേൺസ് ആണ്. അപ്പൊ ഇവിടെ എത്ര ടേൺസ് ഉണ്ട്? 4 ടേൺസ് ഉണ്ട്. സോ 2 into 4 ചെയ്യാം. പക്ഷേ അപ്പോഴും എത്ര സ്ലോട്ട് ഉണ്ടായിരുന്നു? ലാപ്പ് വൗണ്ട് ജനറേറ്റർ ഹാസ് 90 സ്ലോട്ട്സ് ആണ്. സ്ലോട്ടിനകത്തല്ലേ കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് Z into എന്ത് ചെയ്യണം? ആ സ്ലോട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. Then calculate the flux per pole. 5 is equal to question mark. First Z is equal to 2T, that is Z is equal to 2 into 4 into എത്ര സ്ലോട്ടാ? 90 സ്ലോട്ട് അല്ലേ. അപ്പൊ 720 അല്ലേ. Total number of conductors are 720. EMF equation EG is equal to P5 NZ by 60A. In this we have to find 5, that is EG into 60A by PNZ. എല്ലാം ഉണ്ടല്ലോ. EG is induced EMF അത് എഴുതിയില്ല. EG is 288 volt അല്ലേ. അപ്പൊ 288 ഇൻറ്റു എല്ലാത്തിന്റെ യൂണിറ്റ് എഴുതണം. ഞാൻ പലതിലും യൂണിറ്റ് എഴുതാൻ മറന്നുപോയി തോന്നുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ, യൂണിറ്റ് എഴുതണേ. 60 ഇൻറ്റു ലാപ്പ് വൗണ്ട് ആണോ? ലാപ്പ് വൗണ്ട്. അപ്പൊ A is equal to P 6. പോൾസ് 6, സ്പീഡ് 600 ഇൻറ്റു 720. Z 720 കണ്ടുപിടിച്ചല്ലോ. ഇസ് ഈക്വൽ ടു 0.04 വെബ. കിട്ടിയോ? 0.04 വെബ. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് EMF ഇക്വേഷൻ ഓഫ് ജനറേറ്റർ ഡെറിവേഷനും EMFന്റെ ന്യൂമറിക്കൽസും ആണ് ചെയ്തിട്ടുള്ളത്.
ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്തു, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. താങ്ക് യു.